എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ വീഡിയോയിലേക്ക് പോണേക്കാളും മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റിനെ കുറിച്ചിട്ട് പറയാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അറിയാം നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പറമ്പിലത്തെ വിശേഷങ്ങളാണല്ലോ ഞാൻ തുടക്കം എപ്പോഴും കാണിക്കുക. അപ്പോൾ കമൻറ്റ് എന്താണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ അലീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഷായേട്ടൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ഞാനതിൽ അലീനെ മാമാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പലർക്കും സംശയം, സ്മിത എന്താ മാമെന്ന് വിളിക്കണേ, സ്മിതയുടെ മാമനാണോ എന്ന്. ഒരിക്കലല്ല, ഇവിടെ എൻ്റെ മക്കളായാലും ബാക്കിയുള്ള ചേട്ടന്മാർ അനിയന്മാരെ മക്കളൊക്കെ ആയാലും മാമാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുത്തിട്ട് ആ ഒരു രീതിക്ക് ഇത് മാമ വന്നു അല്ലെങ്കിൽ മാമ ഇത് കഴിക്കുക അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ള വാക്കുകളാട്ടോ മാമ എന്നുള്ളത്. പിന്നെ അലിയെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ അപ്പൂപ്പനും കൂടിയാട്ടാ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ല, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പറമ്പിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊള്ളി നട്ടിട്ടുള്ള ഒരു ഭാഗമാണല്ലോ ഈ ഒരു ഫുള്ളിങ്ങനെ. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് വലിയ തറികളൊക്കെ ആയിട്ട് നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അവിടെ തടസ്സം ഉണ്ടാകുമ്പോൾ ഇതിന്റെ തലയൊക്കെ ഒടിച്ചിങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു അലങ്കോലമായിട്ട് കിടക്കണേ. അപ്പൊ ഈ ഒരു ഭാഗം ഒന്ന് അങ്ങനെയുള്ള ചില്ലകളും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം വെച്ചിട്ടാട്ടാ. പിന്നെ നമുക്ക് കൊള്ളിത്തറി നടും വേണം. കാരണം ഇപ്പൊ ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി ഭാഗം ഉണ്ടല്ലോ നമുക്ക് പറിക്കാനൊക്കെ ആയിട്ട്. അപ്പോ ഇനി ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഉള്ളവരുണ്ട് നമുക്ക്, അപ്പോഴേക്കും പുതിയവരുണ്ടാവണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലെ ഷൈറ്റ് എനിക്കാണെങ്കിൽ കൊള്ളി നടാനായിട്ട് ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഓരോന്നിന്റെ തല ഒടിച്ചിട്ടുള്ള കാരണേ വലിച്ചെടുക്കാനും ബുദ്ധിമുട്ടാട്ടെ ഇതിന്റെ ഇടയിൽ നിന്ന്. ഇങ്ങനത്തെ തറികളും നമ്മൾ നടില്ലായിട്ടാണ്, നമ്മൾ നല്ല തറികൾ നോക്കി മാത്രം നടുള്ളൂ. ഇതൊക്കെ ഇതിന്റെ തലയല്ല, ഇതൊന്നും ഒന്നിനും പറ്റില്ല. നമ്മള് എന്താ പറയാ, പയറിന് പോലും നമ്മള് കൊള്ളിത്തറികൾ നട്ടുകൊടുക്കാറുണ്ട്. അവർക്കും ഇങ്ങനത്തെ നട്ടുകൊടുക്കില്ല. കാരണം നമുക്ക് പയറിനൊക്കെ കുത്തി കൊടുക്കണ കൊള്ളിത്തറികളൊക്കെ നമുക്ക് നല്ലതായിട്ട് പറിക്കാൻ കിട്ടാറുണ്ടല്ലോ, അത് കാരണം. അപ്പൊ ഒതുക്കി വെച്ചില്ലെങ്കിലേ ലാസ്റ്റ് ആകുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. നമ്മുടെ കോഴികൾക്ക് തിന്നാനുള്ള നോക്കിയേ കുറച്ച് പുല്ലും കിട്ടിയിട്ടാ. അവർക്ക് പിന്നെ നമ്മൾ പറമ്പിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കുക, നമ്മൾ എന്തെങ്കിലും അവർക്കുള്ളത് കൊണ്ടിരുന്നു വിചാരിച്ചിട്ടാ. അങ്ങനെ കുറച്ച് പുല്ല് കിട്ടിയിട്ട് പിന്നെ നോക്കിയാൽ നമ്മൾ ഈ ഒരു ഭാഗം വൃത്തിയാക്കി വന്നപ്പോഴേ നോക്കിയേ തുറപ്പന്മാർ പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ട വലിയ കൊള്ളിയാട്ടാ. ദേ നിങ്ങളൊക്കെ നോക്കിയാൽ അറിയാം ഈ കൊള്ളി. ദേ വലിയൊരു കൊള്ളി തിന്നു. അതേപോലെ തന്നെ ഇപ്പുറത്തേലും നോക്കിയാൽ ഉള്ളിലേക്ക് ഒരു കൊള്ളി തിന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇവിടെ നിന്നോട്ടെ, എന്താണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയുള്ള കൊല്ലിയിൽ അവർ തിന്നു തുടങ്ങും. അപ്പോൾ ഇത് പറിച്ച് കളയണല്ലേ, ഇത് ഇവിടെ നിർത്താട്ടാ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ ഒരു മഴയും പെയ്തു പോയി. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് കയറിക്കണ്ട വന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പക്ഷേ ആ മഴ പെയ്തതിൽ നല്ല സുഖം ഉണ്ടായിരുന്നു. പുല്ലൊക്കെ വേഗം വലിക്കാൻ പറ്റി. എൻ്റെ ഗ്ലൗസൊക്കെ കീറിയപ്പോൾ ഞാനത് കളയുകയും ചെയ്തു. ഇനിയിപ്പോൾ അതാ ഇവിടെ കുറച്ചും കൂടി ഭാഗം വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഞാനിത് വൃത്തിയാക്കണില്ല. ഇത് എന്താ പറയുക, നമുക്ക് ഓണത്തിനൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇടാനായിട്ട് പറ്റുമെന്ന് മുപ്പിറ്റിട്ടാ കണ്ട ഇങ്ങനത്തെ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഉണ്ട്. അതേപോലെ നമ്മുടെ
തുമ്പക്കുട ഉണ്ട്, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതൊക്കെ ഇവിടെ നിർത്തി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമുക്ക് കൊള്ളി നടാനുള്ള സ്ഥലം ഷായിട്ട് അവിടെ ശരിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നല്ല കൊള്ളിത്തരയ്ക്ക് നോക്കി നമുക്ക് അവിടെ കൊള്ളി നടാൻ പോകാട്ടാ. ഇനി അങ്ങോട്ട് പോകാം നമുക്ക്. കൊള്ളി നടാനുള്ള സ്ഥലം നോക്കി ഷായിട്ട്, ഈ ഒരു അരു ഇതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നോക്കി അറ്റം വരെ നമുക്ക് കൊള്ളി നടാനുള്ളതായിട്ട് ആക്കി വെക്കണേ. അപ്പം ഈ കൊള്ളി നടാനുള്ള ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവറ്, അതേപോലെ പുല്ല്, വാഴയുടെ ഈ കൈയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് നടണത്. അപ്പം അത്യാവശ്യം നല്ല മണ്ണിളക്കും, നല്ല എന്താ പറയുക, കണ്ട ഇങ്ങനെ ഒരു മണ്ണിങ്ങനെ പൊലി കൂട്ടാന്ന് പറയില്ലേ, അതേപോലെ കൂട്ടിയിട്ടാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പം ഇതാ ഏറ്റവും വരും വളർന്ന് നിൽക്കുമ്പോഴേ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ദശായിട്ട് മണ്ണിട്ടിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ട, ഇവിടെ നിന്ന് പണ്ടുണ്ടെങ്കിൽ മണ്ണിട്ട് വരണുള്ളൂ. അപ്പോഴേക്കും കണ്ട ഇവിടേക്കും കുറച്ച് പുല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ മണ്ണിടും, കുഴി കൂട്ടിയ പോലെ ആയിട്ടാ. അപ്പം ഇന്ന് കൊള്ളിത്തരി നടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏരിയ തന്നെ ഉണ്ട് നമുക്ക് കൊള്ളിത്തരി നടാനായിട്ട്. ആ കൊള്ളിത്തറി, അതാണ് നമ്മൾ നട്ടുടക്കണേന്ന്. ശരിക്കും പറഞ്ഞാൽ 6 മാസം കൊള്ളി നല്ലതല്ലേ ഷായിട്ടാ. അതന്നെ നട്ട് നമുക്ക് ഇന്നാലല്ലേ നമ്മൾ നട്ടേന്ന് വിചാരിക്കും, അപ്പോഴേക്കും പറിക്കാറായാലോ എന്ന് തോന്നും അങ്ങനത്തെ കൊള്ളിയാകുമ്പോ. പിന്നെ ഈ ഒരു വാഴക്കൂട്ടം നമ്മുടെ പാഴയംകുടനും പിന്നെ റോബസ്റ്റും പിന്നെ പൂവനുണ്ടല്ലോ ഷേഡാ, പൂവനൊക്കെ ആയിട്ട് നിൽക്കണ ഒരു കൂട്ടാട്ടെ. ഈ കൂട്ടം കളയണില്ല, ഇത് എവിടെയാണ് നിന്നോട്ടെ, ഈ ഒരറ്റത്തല്ലേ ഒരു കൂട്ടുണ്ട്. ഇനിയപ്പോ നമുക്ക് കൊള്ളിത്തറി നടാട്ടാ. അപ്പൊ കൊള്ളിത്തറി നടാനായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ വെണ്ണീറാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേട്ടോ വെണ്ണീറിന്റെ കാര്യങ്ങള്. പിന്നെ നോക്കി നമ്മുടെ കൊള്ളിത്തറി നമ്മൾ പറിച്ചവിടെ ഇട്ടിട്ടേ അവര് വേര് പിടിച്ചു തുടങ്ങി. ഷായിട്ടും പറഞ്ഞല്ലോ നമ്മുടെ 15 കിലോ കിട്ടിയ കൊള്ളിത്തറിയാണ് നമ്മൾ അവിടെ നടാൻ പോണേന്ന്. ആ കൊള്ളിത്തറിയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ വെട്ടുത്തിയോണ്ട് ഇരിക്കട്ടെ. അപ്പൊ കൊള്ളിത്തരി നമുക്ക് ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് പിന്നെ ഞാൻ വേര് വന്നാലും ഇത് വെക്കണില്ല കേട്ടോ, ഇത് കളയാ, നല്ലത് നോക്കി എടുക്കാം, കാരണം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കുറച്ച് കൂടുതൽ തന്നെ വേണ്ടിട്ട് നമുക്ക് കേട്ടും കൊള്ളിത്തറി, കാരണം നമ്മള് ഈ ഒരറ്റം വരെ ഇതേപോലെയാണ് നമ്മള് കൊള്ളി പറിക്കുന്ന ടൈമിൽ നമ്മൾ ആ മതിലൊരു അറ്റം വരെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വരി ഒരു ഭാഗത്ത് തന്നെ പറിച്ചിട്ട് ഇപ്പൊ നമുക്കറിയാം പകുതി നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടില്ല, ഇനി പകുതി നിൽക്കാട്ടാ. മഴവെള്ളം ഒന്നും വന്നിട്ടൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളോട് ഇപ്പോഴത്തെ കൊള്ളി എങ്ങനെയാണ്. നന്നായിട്ട് വേവണ കൊള്ളിയാണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടാ. മറ്റേ കൊള്ളിത്തറി വെച്ചിട്ടേ ആക്കി ഒരു കുഴിയായി. അപ്പൊ നമുക്ക് കൊള്ളിത്തറി വെട്ടാനും നല്ല സുഖം. ആ കുഴിയില് ജാമായിട്ട് ഇരിക്കുന്നുണ്ട്, തെന്നി പോണില്ല നമ്മുടെ കയ്യിൽ നിന്ന്. ഇനി ഇത് നട്ടിട്ട് പോയിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവരാം. നമ്മള് വെണ്ണീറിലതാ ഇങ്ങനെ കുത്തി കൊടുക്കൂട്ടാ. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം നമ്മൾ കൊള്ളിത്തറി ഇങ്ങനെ നടാറുന്നുള്ളത്. വെണ്ണീറിൽ ഇങ്ങനെ മുക്കിയെടുക്കണ്ട, ഇനി വെറുതെ കുത്തി കൊടുത്താ താഴ്ത്തി കൊടുത്താൽ മതി. ഇവിടെ വാഴയ്ക്കുള്ള ഒരു ഏരിയ കൊടുത്തു നോക്കുകയാണ് നമ്മള്. അപ്പൊ നമ്മുടെ കൊള്ളിത്തറി നടല് കഴിഞ്ഞു കേട്ടാ. ഈ ചേമ്പ് പിന്നെ എൻ്റെ ഒരു പണിയാട്ടാ.
ഇവിടെ ഞാനേ കുറച്ച് ചേമ്പുകൾ നമുക്ക് ഈ പറമ്പിൽ അവിടെ ഇവിടെ നിറച്ച് ചേമ്പും അങ്ങനെ മുളച്ച് നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഇത് അവിടെ ഇവിടെ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തോന്നി ഈ ഒരു വരി ഫുള്ള് ചേമ്പ് വെച്ച് കൊടുക്കാന്ന് വെച്ചിട്ട് ആ കിട്ടിയ ചേമ്പുകൾ ഇവിടെ കൊണ്ടുവച്ചേ. പിന്നീട് തോന്നിയ പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഈ ഒരു ഫുള്ള് കൊള്ളി വെച്ച് കൊടുക്കാം, കാരണം ചേമ്പ് ഇത്തിരി കഴിഞ്ഞാൽ ഉണങ്ങി പോവുമല്ലോ. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ചേമ്പ് നമ്മുടെ കൊള്ളി ഇത്ര അടുത്തെടുത്ത് വന്നത് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ, നമുക്കറിയാം പറമ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ പോകാൻ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കാനുണ്ടാവും. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളികേരം ആദ്യം നമുക്ക് എന്താ പറയുക എല്ലാ വട്ടം കൂട്ടിയിട്ടിട്ടുള്ളൂ, കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ തന്നെ അർബാനിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നാളികേരം അതിലേക്ക് പറക്കിയിടണം, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പറമ്പിൽ നിന്ന് പൊട്ടിക്കാണ്ട്. അപ്പോൾ ആദ്യം അർബാനി എടുക്കട്ടെ. നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നാളികേരം അന്ന് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് എല്ലാതും ഇങ്ങനെ കിടക്കലത്തും കൊണ്ടുകൂടെ കൂട്ടിയിട്ടു. പക്ഷെ അന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല, അന്ന് വേറെ എന്തൊക്കെയോ കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ നാളികേരം അതിൻ്റെ സ്ഥലം ഉണ്ടായില്ല, അതാണ് അന്ന് കൊണ്ടുപോകേണ്ടിരുന്നത്. ഇന്നും മുഴുവൻ നാളികേരം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നാളികേരം ഒന്നും കൊണ്ടുപോകണല്ലോ, കാരണം നമുക്ക് വേറെ കായക്കൊലയൊക്കെ വെട്ടാണ്ടേ. അപ്പോൾ അതും കൂടിയൊക്കെ വെക്കാവുന്ന രീതിയിൽ നാളികേരം കുറച്ചിടുള്ളൂ. പിന്നെ അടുത്ത വട്ടം വരുമ്പോൾ ഇതേപോലെ തന്നെ കൊണ്ടുപോകാമല്ലോ. ഇവിടെയും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അവിടെയും ഒരു തെങ്ങിൻ്റെ കിടക്കിലത്തെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇന്ന് കൊണ്ടുപോകണില്ല ഏട്ടാ നാളികേരം, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതേപോലെ കൊണ്ടുപോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വേറെയും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാണ്ടെന്ന്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമുക്ക് കൊള്ളി പറിക്കണം. ഇന്ന് നമ്മുടെ കൊള്ളി കൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റണ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമായിട്ട് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം കൊള്ളി പറിക്കാൻ പോകാം. വെട്ടൂത്തി കൈ പിടിക്കാം, എന്താണെങ്കിൽ അത് വെട്ടിയെടുക്കാം നമുക്ക്. മഴ പെയ്യാൻ സുഖം ഉണ്ടാവണം പറിക്കാൻ. കണ്ട എന്ത് ഈസിയാ നോക്കിയേ. നോക്കിയേ അമ്മീ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. കണ്ടാ നല്ല കൊള്ളിയാ. അതെ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, എവിടെ ഒരു സൈഡ് കണ്ടു ഞാൻ പൊട്ടിയതായിട്ട്. ഇതാണ് ഇതുമെന്നൊരു ചെറിയൊരു കൊള്ളി പൊട്ടിയിട്ടുണ്ട്. നോക്കി നോക്കട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞു കൈക്കോട്ട് കൊണ്ടുവരട്ടെ കേട്ടാ. എന്തായാലും നോക്കിയേ, ഒരു പ്രത്യേക വണ്ണാകണ്ട, എൻ്റെ കൈ എത്തില്ല അത്രയും തടിയാണ് കൊള്ളിക്ക്. എന്തായാലും നല്ല വലിയ കൊള്ളിയത്. അപ്പം ഞാൻ കൈക്കോട്ട് കൊണ്ടുവരട്ടെ. നോക്കി നോക്കട്ടെ. കാണാണ്ടിട്ടാ അതെ വലിപ്പുള്ള കൊള്ളി തന്നെയാ. ഈ വള്ളി കുറേ നേരം നമ്മുടെ ഒരു തടസ്സമായിട്ട് നിൽക്കണാള്. നോക്കിയേ, ഇതിൻ്റെ ഉള്ളിലേക്കാട്ടാ നല്ല നീളുണ്ട്. ഞാൻ ചെറിയ കൊള്ളിയാന്ന് വിചാരിച്ചേട്ടാ പൊട്ടിയപ്പോൾ. ഇനി ഇളക്കി നോക്കട്ടെ, നോക്കട്ടെ.
ആ കിട്ടി, നോക്കിയേ നല്ല നീളമുള്ള കൊള്ളി. അപ്പം അതായത് ഈ ഒരു കൊള്ളിയുമെന്നാണ് ദേ ഇങ്ങനെ കണ്ട ഇതേപോലെ നിൽക്കണ ഒരു കൊള്ളിയായിരുന്നു. കണ്ട കൊള്ളിയുമെന്നാ നോക്കണേട്ടാ, കൊള്ളി തറിയുമെന്നല്ല. അങ്ങനെ നല്ലൊരു കൊള്ളിത്തറിയായിട്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഞാൻ എന്താ പറയുക, വീണ്ടും പറയുകയാണ് 6 മാസം കൊള്ളിയാണ് കേട്ടോ നമ്മുടെ. അതായത് നമ്മൾ കൊള്ളിത്തരി നട്ട് കൃത്യം 6 മാസം കഴിഞ്ഞ് നമുക്കിത് പറിച്ചെടുക്കാം. ഇതേപോലെ നല്ല കൊള്ളി കിട്ടും. നമ്മുടെ ഇത് പാടായിരുന്നേ. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ കളിമണ്ണ് പോലത്തെ കണ്ട പുറത്തേക്ക് തന്നെ ഇപ്പം എന്തൊട്ടാണോ വല്ല എങ്ങനെയാണെന്നറിയില്ല, ഉള്ളിലേക്ക് ഇങ്ങനെ കളിമണ്ണ് പുറത്ത് വരുന്നേ. അപ്പം ഞാൻ കൊള്ളി പറിക്കൽ കഴിഞ്ഞു. ഗ്ലൗസ് കീറിയതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ പിന്നെ അവിടെ വരെ പോകണ്ട, ഇനി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് വാഴക്കൊല, നമുക്ക് റോബസ്റ്റ് കൊല വെട്ടാണ്ട്, അത് വെട്ടാൻ പോവാം. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം കൊണ്ടേക്കാം നമുക്ക്. മറ്റേതും കൊണ്ടിട്ട് ആ കഷ്ണം കൊണ്ട് എടുത്തുകൊണ്ട് ഇനി നമ്മുടെ കായക്കൊല വേട്ടാ. പിന്നെ നമ്മുടെ പപ്പായ ഉണ്ടാ പൊട്ടിക്കറിയുണ്ട്. അപ്പോൾ കായക്കൊലയ്ക്ക് വെട്ടി വെച്ചിട്ട് അവസാനം പപ്പായ പൊട്ടിച്ചെടുക്കാം. ഈ പപ്പായ ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് ഉണ്ടായി തുടങ്ങിയതാ. എത്ര പപ്പായ നോക്കണേ. ഞാൻ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരു പിടിച്ച് പോകാമെന്ന് വെച്ചു. കാരണം നോക്കി ഇത്രയേ തടിയല്ലേ ഉള്ളൂ, കണ്ട ഇത്ര എത്തണുള്ളൂ. ഇങ്ങനത്തെ ഒരു പപ്പയമാണ് അവരിവിടെ നിന്നേ തൊട്ട് കായ ഉണ്ടായി എത്തിയത്. കായക്കൊല വേട്ടോ. ഇതാണ് നമ്മുടെ റോബസ്റ്റ് കൊല കേട്ടാ. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊലയാണ്. ഞാനൊരു പട്ട വെട്ടട്ടെ, അപ്പോൾ കാണാം. കണ്ട ഒടിഞ്ഞു വീഴാവോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വാഴ നിൽക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷെ പഴുത്ത് കിട്ടിയത് മാത്രമല്ല, നമ്മൾ എന്നോട് പറമ്പിൽ വന്ന് പോണതാട്ടെ. അതേ ഇവിടെ നോക്കിയേ, 2 എണ്ണം തിന്നും ചെയ്തു ഈ ഒരു ഭാഗത്ത്. അതെ കണ്ട 2 എണ്ണം കഴിച്ചു. അപ്പം ഇത് വെട്ടിയെടുക്കണം. എനിക്ക് താങ്ങോ ദൈവം ഇത്. ഷായേട്ടൻ വന്നിട്ട് മതിയാ, ഷായേട്ടൻ വിളിച്ചാൽ മതിയാ. കാരണം ചിലപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോയല്ലോ. ഞാൻ ഷായേട്ടനെ വിളിക്കട്ടെ. ഷായേട്ടൻ എന്തായാലും അവിടെ ഇപ്പം ഉണ്ട്, കളക്കിനുണ്ട്. ആ ഭാഗത്ത് എന്തോ നമ്മുടെ കുറച്ച് കാടും പുല്ലൊക്കെ ചെത്തുന്നുണ്ട്. വിളിക്കണ അല്ലെങ്കിൽ വേണ്ട, നോക്കി നോക്കാം അല്ലേ. വെട്ടാറുണ്ട്, പക്ഷെ നോക്കട്ടെ. പറ്റി നല്ല നീളമുള്ള നല്ല കൊലയാട്ടാ. പിന്നെ നമ്മുടെ വാഴക്കൊല ഇപ്പം നമ്മളിങ്ങനെ വെട്ടിയെടുത്തുല്ലോ. ഇത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ വാഴേനെ നിർത്താൻ പാടില്ല എന്ന് പറയണേ. അത് നല്ലതല്ല എന്ന് അത്രേ കേട്ടിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അതിൻ്റെ പിന്നിലത്തെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ വാഴയിലേക്ക് ഒന്നുകൂടെ വെട്ടിയിട്ടിട്ട് നാളെ നമ്മുടെ കോഴികൾക്ക് ഇതിൻ്റെ പിണ്ടി കൊണ്ടുപോയി കൊടുക്കുള്ളൂ. കാരണം ഇന്നിപ്പോൾ അവർക്ക് അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മളിതാ ഒരു ചെറിയൊരു കഷ്ണം അങ്ങനെ വെട്ടി ഇവിടെ ഇടണുള്ളോട്ടെ, എന്ന് കൊണ്ടുപോകണില്ല. അയ്യോ എൻ്റെ ചേനയുടെ തണ്ട് പോയി. ഷായേട്ടനാണെങ്കിൽ അത് അങ്ങനെ പോവാത്ത രീതിയിലാക്കി എടുത്ത് തന്നെ സാരില്ല. ഇവിടെ ഒതുങ്ങി കിടക്കട്ടെ. അപ്പം ഇനി നമ്മുടെ പപ്പായും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാറോ.
അപ്പോൾ കായ്ക്കൊലയായി. പിന്നെ പപ്പായനെ കുറിച്ച് പറയണ്ടല്ലോ. പപ്പായ നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇത് റെഡ് ലേഡി പപ്പായ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് തുടക്കത്തേക്ക് നല്ല വലുതായിരുന്നു, നല്ല വലിപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് വലിപ്പുണ്ടായിരുന്നു. മുകളിലേക്ക് പോകുന്നതോറും ഇപ്പോൾ അത് ഇത്രയും കായകളുണ്ടായി തുടങ്ങിയപ്പോൾ തൊട്ട് ചെറുതായി തുടങ്ങിയതാട്ടോ. എന്നാലും നോക്കി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പപ്പായ കേട്ടോ. മേടിച്ചൊക്കെ വെക്കാൻ നമുക്ക് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ നല്ല ടേസ്റ്റാണ്. റെഡ് ലേഡി കൊണ്ട് ഞാൻ അലുവ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട്. അലുവയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ്. പപ്പായനെ ഒതുക്കി വയ്ക്കട്ടെ, ഈ ഒരു ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേറെ വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൊള്ളി കൊണ്ടുള്ള നല്ലൊരു ചില്ലിക്കപ്പ, അതാട്ടോ സംഭവം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അയ്യോ, എൻ്റെ കോഴികൾക്കുള്ള പുല്ലെടുത്തില്ല. ആ കാര്യം മറന്നു, അതെടുത്തിട്ട് വരട്ടെ. അവരാണെങ്കിൽ നമ്മൾ ബാക്കിൽ ചെല്ലുമ്പോഴേക്കും സൗണ്ട് ഇട്ട് തുടങ്ങി. മഴ പെയ്തിട്ടുള്ള കാരണേ ചിലയിടത്ത് ഇങ്ങനെ താഴും വണ്ടി, അതാണ് കുഴപ്പം. ലോറയ്ക്ക് എന്താ വേണ്ടേ? ലോറയ്ക്ക് എന്താ വേണ്ടേ? ഇത് നമ്മുടെ ലോറേട്ടാ. ഞാൻ കാണിച്ചിട്ടില്ല ഇവരിന്ന് വീഡിയോയില്. എന്താ ആള് മുന്നേ പോവാ, എന്തിനാന്ന് പറയാ, ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അപ്പം അല്ലു പാല് കുടിച്ചോട്ടാ. അപ്പം അല്ലുന് ഞാൻ പാല് കൊടുത്തിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് പോകാൻ പാടില്ലോട്ടാ. ലോറയ്ക്ക് വില ഇട്ട് കൊടുക്കട്ടെ, പാവം. നീ കുടിക്ക്, അല്ലു പാല് കുടിക്കട്ടാ. വേഗം കുടിച്ചോ, ലോറയ്ക്ക് തരാം. അല്ലു കുടിക്കടാ. നമ്മുടെ അല്ലുതാ പാല് കുടിക്കണ്ടിട്ടാ. പാല് വെച്ചു കൊടുത്തപ്പോഴേക്കും അത് നോക്കിയിട്ട് നോക്കിയേ കാക്ക വന്നിരിക്കണേ. നമ്മുടെ അല്ലുവിൻ്റെ പാലിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ലോറയും ടൈസനും കേട്ടാ. നമ്മുടെ ഇവിടെ ഇവരിങ്ങനെ കെട്ടിയിടൊന്നുമില്ല, അവരിങ്ങനെ കിടന്ന് നടക്കുള്ളൂ ഇവിടെ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പോൾ ആദ്യം ഹായ് പറയുന്നത് ചേച്ചിമാരോടാട്ടാ. ഷീബ ഹരികൃഷ്ണൻ, ഹായ് ഷീബച്ചി. വത്സല ചന്ദ്രൻ, ഹായ് വത്സലേച്ചി. റോസി തോമസ്, ഹായ് റോസിച്ചി. ഇനി അനിത്യോടാട്ടാ ഹായ് പറയാനുള്ളത്. ഹായ് നെബുല. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാട്ടാ, വായോട്ടാ. അപ്പം നമ്മുടെ കൊള്ളി ഞാനിതാ കഴുകി കൂടെ കൊണ്ടുവച്ചു കേട്ടാ. നമ്മുടെ ടർക്കികളുണ്ടല്ലോ, പഴയ ടർക്കികളുടെ പോലെ ഇപ്പം എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി. എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ മിണ്ടി തുടങ്ങിയിട്ട് അവർ. അപ്പോൾ നമ്മുടെ കൊള്ളി ഒരെണ്ണം വിട്ടു പോകുന്നുണ്ടായിരുന്നല്ലോ വലുത്. അപ്പം ഞാൻ ഇതന്നെ നമുക്ക് മുഴുവൻ വേണ്ട കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണേക്ക്. പിന്നെ നോക്കി കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നോക്കി ഒന്നും കൂടി കാട്ടിത്തരാം. കണ്ട വണ്ണം തടി ഞാൻ പറഞ്ഞില്ലേ, ഈ കൊള്ളിയുടെ വണ്ണം നോക്കിയേ. അപ്പോൾ ഇപ്പുറത്തെ കൊള്ളിയുടെ വണ്ണം നോക്കിയേ. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടത് പകുതിയോളം കിട്ടിയിട്ടുള്ള കേട്ടോ. പകുതി ഭാഗത്തേക്ക് എത്തണില്ല, അത്രയും തടിയുള്ള കൊള്ളിയാണ്. ഇതിനേക്കാളും തടിയാണ് ഈ കൊള്ളി. അപ്പം ഞാൻ ഇത് എടുത്ത് നമുക്ക് നന്നാക്കാതിരിക്കാം, അങ്ങോട്ട് നീങ്ങിയിരിക്കാം. നമുക്ക് തൊലി കളയാണ് നല്ല സുഖമായിട്ട്. അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ പൊളിച്ചെടുക്കാം. കണ്ട
പിന്നെ നമ്മളോട് ചോദിക്കാറുള്ളത് കൊള്ളി ഈ സമയത്തേക്ക് വേവുമെന്ന്. നന്നായി വേവിട്ട് നമ്മുടെ കൊള്ളി, അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വേവണ കൊള്ളി, നല്ല കൊള്ളിയാണ്. അപ്പോൾ കൊള്ളി നോക്കി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതാ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചില്ലി കപ്പയാണ്. അപ്പോൾ നമ്മളിവിടെ കൊള്ളി എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മുടെ ഭാഷ എപ്പോഴും കൊള്ളി കൊള്ളി എന്നാട്ട് പെട്ടെന്ന് വായിൽ വരിക. അപ്പോൾ ചില്ലിക്കപ്പ. അപ്പോൾ അതേ അത്യാവശ്യം ഒരു വലുപ്പമുള്ള കനത്തിലായിട്ടാണ് നമ്മളിത് മുറിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ചെറിയ കഷ്ണമാക്കി നുറുക്കട്ടെ ആദ്യം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടു പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു കഷ്ണത്തിൽ നമുക്ക് നുറുക്കിയെടുക്കാം. ഒരു ഭംഗി ഉണ്ടാവും. എങ്ങനെ നുറുക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഭംഗി ആയോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നുറുക്കണേ. ഇങ്ങനെ നുറുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാനുള്ള ഭാഗം നോക്കി സെൻറ്റർ വെച്ച് മുറിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഞാനിത് ഇതേപോലെ എടുത്ത് കളയാൻ കിട്ടും കേട്ടോ. ഉണ്ടാ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നോക്കിയാൽ നമ്മളിതാ ഇത്രയും കൊള്ളിയായിട്ട് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് എന്തോരം ഉണ്ടാവും, 1 കിലോൻ്റെ അടുത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം ഇനി ഇത് നന്നായിട്ട് കഴുകി ഒരു ചട്ടിയിലൊക്കെ ഇട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മൾ ഇതാ നമ്മുടെ കൊള്ളിയൊക്കെ കഴുകി ഇതാ എന്താ പറയുക കുറച്ച് വെള്ളം കൊള്ളിയുടെ ഒപ്പത്തിന് തന്നെ നമ്മളിതാ ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇടില്ല. അതായത് നമുക്കിത് ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലത്തെ വെള്ളം ഊറ്റി കളയണം. അപ്പോൾ ഞാനിതാ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ, തിളക്കട്ടെ. നമ്മുടെ കൊള്ളി നോക്കിയേ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒന്ന് കണ്ട വെറുതെ ഇങ്ങനെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. കാരണം നമ്മുടെ കൊള്ളി കൂടുതൽ തിളച്ചിട്ടുണ്ടെങ്കിൽ വേഗം എന്താ പറയുക വെന്തുടയും, ഇങ്ങനെ ഉടഞ്ഞു പോകരുത്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കാം കേട്ടോ. ഊറ്റി കളഞ്ഞു കൊണ്ടുവരാം കേട്ടോ. നമ്മൾ നോക്കിയേ ഇതിലത്തതാ വെള്ളമൊക്കെ ഊറ്റിതാ എടുത്തിട്ടുണ്ട്. കണ്ട എടുത്തായിട്ട് വെള്ളമില്ല. പക്ഷെ നമുക്കിതുണ്ടല്ലോ വേഗം ഒന്ന് ചൂടാറ്റി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൊള്ളി വെന്തുടയരുത്, ഒന്ന് തിളച്ചാൽ മതി. അപ്പം തന്നെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുക്കാം കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോക്കിയാൽ കൊള്ളി ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് 4 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഇതാ 2 ടീസ്പൂൺ അരിപ്പൊടി. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് ഇതാ ഒരു കോഴിമുട്ട. വേണമെങ്കിൽ 2 കോഴിമുട്ട എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. നമ്മളിതിലേക്ക് ഉണ്ടല്ലോ ഉപ്പിട്ട. പിന്നെ ഒരു കാര്യം, കോഴിമുട്ട ഇപ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ കോഴിമുട്ട ഇടാതെ ആയാലും ഈ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ആയിട്ട് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പിതാ നമുക്ക് ഞാനിപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്കൊക്കെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലോ നമ്മൾ ഉപ്പിടുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് മുളക് പൊടി ഇതാ നല്ലോണം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇതാ കാശ്മീരി മുളക് പൊടി, നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവ് കുറവായിരിക്കും. അപ്പോൾ അതും നമുക്കിതാ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എന്താ പറയുക കൊള്ളിയുടെ എല്ലായിടത്തേക്കും ഈ മസാലകളൊക്കെ പിടിക്കുന്ന പോലെ തന്നെ നമുക്കിതിങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നോക്കിയേ നമ്മുടെ കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും ഇതാ മസാലകളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ നമുക്കുണ്ടല്ലോ
ഒരു 15 മിനിറ്റ് ഏറ്റവും കുറവെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എങ്കിലാണ് ആ മസാലയൊക്കെ നമ്മുടെ കൊള്ളിയിൽ പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കൊള്ളി കപ്പ 2 തരത്തിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ എല്ലാവരും കൊള്ളി എന്നാണ് പറയുക. പുറമെ കുറേ പേർക്ക് കപ്പ എന്ന് പറയുള്ളൂ. പക്ഷേ എൻ്റെ വായിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പെട്ടെന്ന് കൊള്ളി എന്നാണ് വരിക. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് തരും നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതാ 15 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിതാ എടുത്തു പോകണമെന്നുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കിതാ ഒരു പാത്രം നമ്മളിത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ നോക്കിയാൽ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്പയ്ക്ക് വറുത്തെടുക്കണമല്ലോ, അപ്പോൾ കുറച്ച് കൂടുതലുള്ള കാരണം ഞാൻ അതനുസരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ കുറേശ്ശേലും വറുത്തെടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പ് കൊണ്ടൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നോക്കി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഒറ്റയ്ക്കായിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഒന്ന് തീ ഇങ്ങനെ കുറച്ച് വയ്ക്കാം കേട്ടോ. നല്ല വെളിച്ചെണ്ണ നല്ല ചൂടിൽ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിതാ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതാ കൊള്ളിയൊക്കെ ഇട്ട് ഇതാ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതാ പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ മസാലയൊക്കെ നമ്മുടെ കൊള്ളിയുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടോ. ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കാം പതുക്കെ. നമ്മളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഒരു ചെറിയ സൗണ്ടൊക്കെ പോലെ വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക്, അതായത് പ്ലേറ്റ് അല്ല, നമുക്ക് വെളിച്ചെണ്ണയൊക്കെ അടിയിലേക്ക് വാർന്നു പോകാവുന്ന ഒരു പാത്രം എടുക്കണം. അതിലേക്ക് വേണം മാറ്റി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മാറ്റാം. ഇടുമ്പോൾ തന്നെ വേണ്ട സൗണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും വറുത്തെടുക്കാം. അപ്പോൾ രണ്ടാമത് നമ്മൾ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മളിതാ കൈ കൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണത്. നോക്കിയേ നമ്മുടെ ലാസ്റ്റത്തെ ഇതാ കൊള്ളി വറക്കലും കഴിഞ്ഞു. അപ്പോൾ നമുക്കിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നോക്കിയേ നമ്മുടെ കൊള്ളിയും വയ്ക്കുന്നൊക്കെ മസാലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് റെഡിയാക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മളിതാ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടായി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ കടായും ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാത്രം ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഇതിൽ നിന്നൊരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് നോക്കിയാൽ നമ്മുടെ വെളിച്ചെണ്ണ വയ്ക്കുക നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. പാത്രം ചൂടായിരിക്കണ കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവും. ഇതാ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നോക്കി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതാണ് കേട്ടോ. ഒപ്പം തന്നെ ഇതാ 1.5 ടീസ്പൂണ് വെളുത്തുള്ളി, അത് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല തീ ചൂടിൽ തന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടൊന്നും ചെയ്യരുത്, നല്ല ചൂടിൽ തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് ഇതാ സബോള 2 സബോള കണ്ട ഇതേപോലെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കിയിട്ടുള്ളത്. അതായത് ഒരു മീഡിയം വലിപ്പമുള്ള സബോളയാണെങ്കിൽ അതിനെ ഒരു 6 ഭാഗമായിട്ട് മുറിച്ചിട്ട് വീണ്ടും അതിന് ചെറിയ ഇതേപോലെയുള്ള നല്ല ചതുരം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നുറുക്കിയെടുത്ത് നോക്കണം കേട്ടോ. അത് നമുക്ക് സബോള ഒന്ന് വഴറ്റി കൊടുക്കാം. സബോള ഇത് നന്നായിട്ട് വെന്ത് പോവരുത്. ആ സബോളയുടെ ആ ഒരു കടിക്കണ ആ ഒരു പച്ചപ്പ് നഷ്ടപ്പെടണം, അത്രേ വേണ്ടോ, അല്ലാതെ കൂടുതൽ വേവരുത് കേട്ടോ. അപ്പോൾ സബോളയൊക്കെ ഇട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇതാ ചെറുതായിട്ടൊന്ന് സബോളയുടെ ഒരു കണ്ട നമുക്കറിയാം, അത് ഇടുമ്പോൾ തന്നെ അറിയാം. ഇതേപോലെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിയാൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. പച്ച ക്യാപ്സിക്കം പിന്നെ മഞ്ഞ ക്യാപ്സിക്കം നിർബന്ധമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു തരം ക്യാപ്സിക്കം ഉണ്ടായാൽ മതി. ഇപ്പം നമ്മളൊരു ഭംഗി ഉണ്ടായോട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ചയും മഞ്ഞയും ക്യാപ്സിക്കം ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതാ ഒരു നുള്ളുപ്പ് ഇട്ടാൽ കൂടുതലൊന്നും വേണ്ട. ഇതാ ഇത്രയും ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാവരുത്, ഇതിൻ്റെ കളറൊന്നും മാറരുത്. കാരണം ഈ പച്ചയും ഈ മഞ്ഞയും അതേപോലെ ഈ സബോളയുടെ ഒക്കെ ഒരു കളറുണ്ടല്ലോ, അതങ്ങനെ കൂടുതൽ മാറിയൊന്നും പോകരുത് കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല തീ ചൂടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതാ ഒന്ന് തീ കുറച്ചേക്കുന്നുണ്ട്, കാരണം നമ്മുടെ സോസുകളൊക്കെ ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്. അത് നമുക്കിതാ ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് നമുക്കൊരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ഒരു ഇത്തിരി വേണം, അതാ ഒരു 1/4 ഗ്ലാസിൻ്റെ അടുത്തേക്ക് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മളിതാ തീ കൂട്ടി തന്നെയായിട്ട് വെച്ചിട്ടുള്ളത്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കി ഇതേപോലെ ഒന്ന് തിളച്ച് ഇങ്ങനെ വരുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ നമുക്കിതാ നമ്മുടെ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളാണെങ്കിൽ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കണേ കേട്ടോ. ഇതേപോലെ നോക്കി നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നോക്കി നമ്മുടെ ചില്ലിക്കപ്പ ഇതാ റെഡി ആയിട്ടാ. ഭയങ്കര ടേസ്റ്റായിട്ട് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. നമ്മുടെ കപ്പ റെഡിയായി. ഈ റെഡിയായിട്ട് ഈ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്പ്രിങ് ഒനിയൻ ഇതാ ചെറുതാക്കി കനം കുറച്ച് നുറുക്കിയതുണ്ട്. അത് നമുക്കിതാ ഇപ്പോൾ ഇതൊരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്കുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി. നമ്മുടെ ചില്ലിക്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അങ്ങനെ നല്ല ടേസ്റ്റുള്ള നല്ല രസമായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ടിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാനേ കുറച്ച് പാത്രമുണ്ട്, അതും കൂടി ഒന്ന് കൈ പിടിച്ച് കൊണ്ടുപോവാം. കപ്പ ഷായിട്ടിന് ഇഷ്ടമാണ്. കാണുമ്പോൾ തന്നെ ഉള്ളൊരു ഭംഗി നോക്കിയേ. ഈ ചില്ലിക്കപ്പയും ഞങ്ങളൊരു സ്ഥലത്ത് പോയി കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ട് അതേപോലെ വെച്ച് നോക്കിയിട്ടുള്ളതാട്ടാ. അതേ സെയിം ടേസ്റ്റ്, ഒരു മാറ്റമില്ല, ഭയങ്കര ടേസ്റ്റാ അല്ലേ? അപ്പം എല്ലാവരും ഇത് നോക്കിയോളാം. സിമ്പിളായിട്ടുള്ള പരിപാടി അത്. പിള്ളേർക്കൊക്കെ അതിന് നല്ല ഇഷ്ടമാവും. ഇതിൽ വെറുതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാം. വേണ്ട സുഖം, പെട്ടെന്ന് കഴിക്കാം അത്. അപ്പം നിർത്തല്ലേ? അപ്പം എല്ലാവരും ഇതൊന്നും നോക്കിയോളാം. അത്ര എളുപ്പമുള്ള പരിപാടിന് ഇത്, അത്ര രസമായിട്ടുള്ള കറീന്. അപ്പം നിർത്തല്ലേ? അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടാ.